നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയ ജലദോഷമൊക്കെയാണ്, അതുകൊണ്ട് ശബ്ദത്തിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഞാനെന്താണ് പതിവിൽ വ്യത്യസ്തമായി ഇന്ന് മൈക്കൊക്കെ പിടിച്ച് നിൽക്കുന്നത് എന്ന്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയണമെങ്കിൽ നമുക്കൊരു മൈക്രോഫോൺ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് മൈക്രോഫോണും കൈ പിടിച്ച് നിൽക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എക്കോ ആൻഡ് ഡിലേ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇത് രണ്ടും ഒന്നാണോ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എക്കോ, ഡിലേ ആൻഡ് റിവർബ്, ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, എക്കോ എന്നാൽ എന്താണ്. എക്കോ എന്നാൽ നമ്മളൊരു ശബ്ദം ഉണ്ടാക്കുന്നു, ആ ശബ്ദം ഏതെങ്കിലും വസ്തുവിൽ തട്ടി പ്രതിധ്വനിച്ച് നമുക്ക് കേൾക്കുന്നതിനാണ് എക്കോ എന്ന് നമ്മൾ സാധാരണയായി പറയുന്നത്. ഈ ശബ്ദം നമ്മൾ ഉണ്ടാക്കിയ ഒറിജിനൽ ശബ്ദത്തേക്കാൾ മങ്ങിയ ശബ്ദത്തിലായിരിക്കും വരിക. അത് നമ്മൾ ഉണ്ടാക്കിയ ഒറിജിനൽ ശബ്ദത്തിലേക്കാൾ കുറച്ചുകൂടെ താഴ്ന്ന ശബ്ദത്തിലായിരിക്കും നമുക്ക് കേൾക്കുക. ഇത് പല ആവർത്തി പല പ്രതലങ്ങളിൽ തട്ടി നമുക്ക് കേൾക്കുമ്പോൾ ഒരു മുഴക്കം ഉണ്ടാവും. ഈ മുഴക്കത്തെയാണ് നമ്മൾ റിവർബ് എന്ന് പറയുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, എക്കോ എന്നത് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ തട്ടി അത് പ്രതിധ്വനിച്ച് നമുക്ക് അതേ ശബ്ദം തന്നെ കുറച്ച് മങ്ങി കേൾക്കുന്ന അതിനാണ് നമ്മൾ എക്കോ എന്ന് പറയുന്നത്. എന്നാൽ റിവർബ് എന്നത് ഇതേ ശബ്ദം തന്നെ പലതരത്തിലുള്ള പ്രതലങ്ങളിൽ തട്ടി അത് തിരിച്ച് നമ്മൾക്ക് കേൾക്കുന്ന സമയത്ത് ഒരു മുഴക്കം കൂടെ ചേർന്ന് വരുന്നതിനാണ് നമ്മൾ റിവർബ് എന്ന് പറയുന്നത്. എന്നാൽ ഡിലേയും എക്കോയും തമ്മിലൊരു ബന്ധമുണ്ട്. ഡിലേ എന്നത് ഒരു തരം എക്കോ തന്നെയാണ്. പക്ഷെ അവിടെ ഉള്ളൊരു വ്യത്യാസം, നമ്മളൊരു ശബ്ദമുണ്ടാക്കുന്നു, നമ്മൾ ഉണ്ടാക്കിയ ഒറിജിനൽ ശബ്ദത്തിൻ്റെ അതേ പകർപ്പ് തന്നെ ഒരു നിശ്ചിത സമയത്തിന് ശേഷം കേൾപ്പിക്കുന്നതിനാണ് നമ്മൾ ഡിലേ എന്ന് പറയുന്നത്. അത് എത്ര ആവർത്തി കേൾപ്പിക്കണം എന്ന് തീരുമാനിക്കാനും നമുക്ക് സാധിക്കും. ചില മിക്സറുകളിലൊക്കെ നമുക്ക് എക്കോ എന്ന് കാണാം, ചില മിക്സറുകളിൽ നമുക്ക് ഡിലേ ആയിരിക്കും ഉണ്ടാകുക. ഈ ഡിലേ ആണെങ്കിലും എക്കോ ആണെങ്കിലും ഏകദേശം ഒരേ പ്രോപ്പർട്ടി തന്നെയാണ് അതിൻ്റെ സ്വഭാവത്തിനുള്ളത്. എന്നാൽ നമ്മൾ പാട്ട് പാടുന്ന സമയത്തൊക്കെ ഡിലേ ആണ് കുറച്ചുകൂടി നമുക്ക് ഉചിതമായിട്ട് തോന്നുക. നമ്മൾ പുറപ്പെടുവിക്കുന്ന അതേ ശബ്ദം തന്നെ അതേ വോളിയത്തിൽ അതേ രീതിയിൽ തന്നെ പല ആവർത്തി നമ്മൾക്ക് കേൾക്കുമ്പോൾ ഒരു സുഖം നമുക്ക് തോന്നും. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു മിക്സറുണ്ട്, ആ മിക്സറിൽ എക്കോ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, നമുക്ക് റിവർബും ഡിലേയും ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നും ആഡ് ചെയ്തിട്ട് ശബ്ദം എങ്ങനെ കേൾക്കുന്നു എന്ന് കേൾപ്പിച്ച് തരാം. ഇത് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈക്ക് നേരത്തെ നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് റിവർബാണ്. റിവർബ് ആഡ് ചെയ്തിട്ട് ശബ്ദം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ റിവർബ് കുറയ്ക്കും, കുറച്ചതിന് ശേഷം ഡിലേ ആഡ് ചെയ്യും. ഡിലേ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. അതിനുശേഷം നമ്മൾ ഡിലേയും റിവർബും ഒരുമിച്ച് ആഡ് ചെയ്യും. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കേട്ട് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് റിവർബ് ആഡ് ചെയ്യാൻ പോവാണ്. ഹലോ 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 ഹലോ. ഞാനിപ്പോൾ റിവർബ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് ഞാൻ ഫെയ്ഡർ ഉയർത്തി കൊണ്ടുവരികയാണ്. അപ്പോൾ ശബ്ദത്തിൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫെയ്ഡർ ഞാൻ ഉയർത്തി. അപ്പോൾ ഒരു മുഴക്കത്തോടു കൂടിയാണ് ഈ ശബ്ദം കേൾക്കുന്നത്. ഇനി ഞാൻ ഈ ഫെയ്ഡർ ഒറ്റയടിക്ക് താഴേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ വ്യത്യാസം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ഫെയ്ഡർ ഒറ്റയടിക്ക് താഴേക്ക് കൊണ്ടുവരികയാണ്. ഹലോ 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 ഹലോ. ഇപ്പം ഞാൻ ഉയർത്തി, വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിലേ ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഡിലേ ഞാൻ മെല്ലെ ആഡ് ചെയ്യുകയാണ്. ഹലോ 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 ചിക് ഹലോ. നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറയുന്ന അതേ സൗണ്ട് തന്നെ പല ആവർത്തി നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡിലേ ഒത്തിരി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തില്ല, ഞാൻ പറയുന്നത് വ്യക്തമാകത്തില്ല. അതുകൊണ്ട് ഞാനൊരല്പം കൂട്ടിയിട്ടുള്ളൂ, എന്നാലും ഞാൻ ഇച്ചിരി കൂടെ കൂട്ടിക്കാണിക്കാം. ഹലോ ഹലോ ചിക് ഹലോ ഹലോ ചിക് ചിക് ഹലോ ഹലോ ചിക്. ഇനി ഞാൻ ഡിലേ ഒറ്റയടിക്ക് കുറയ്ക്കുകയാണ്. ഹലോ ഹലോ ഹലോ. ഇപ്പോൾ ഡിലേയും ഇല്ല, റിവർബും ഇല്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം റിവർബ് ആഡ് ചെയ്യുന്നു, അതിനുശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡിലേയും കൂടെ ആഡ് ചെയ്യുകയാണ്. രണ്ടും കൂടെ ഒരുമിച്ച്. ഹലോ ഹലോ ചിക് ചിക് ഹലോ ഹലോ
ഹലോ ചെക്ക് ചെക്ക് ഹലോ ഹലോ ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇത് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ റിവർബ് കുറയ്ക്കുകയാണ്. റിവർബ് കുറച്ചു, ഇപ്പോൾ ഡിലേ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഡിലേ റിവർബ് കൂട്ടുകയാണ്. ഹലോ ചെക്ക് 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 ചെക്ക്. ഒരു മുഴക്കം ഇപ്പോൾ വന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഡിലേയും റിവർബും. എക്കോ എന്ന് നമ്മൾ പറയുന്നത് ഒരു തരം ഡിലേ തന്നെയാണ്. അത് നമുക്ക് ഈ മിക്സറിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് നമ്മളതിപ്പോൾ ചെയ്യാത്തത്. ചില മിക്സറുകളിലൊക്കെ നമുക്ക് എക്കോ ചെയ്യുവാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഇത് മിക്സറിൽ സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആവും. അതുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ അത് ചെയ്ത് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ അവർക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. പുതിയതായിട്ട് പഠിച്ചു വരുന്ന ആൾക്കാർക്കൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഡെഫിനിഷൻ എത്രത്തോളം കൃത്യമാണ് എന്നെനിക്കറിയില്ല. ഞാൻ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൻ്റെ ടെക്നിക്കാലിറ്റികളൊക്കെ ഒഴിവാക്കി സാധാരണക്കാരന് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ ലളിതമാക്കിയാണ് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില മിസ്റ്റേക്കുകളൊക്കെ ഇതിനകത്ത് ഫീൽ ചെയ്യാം. എന്നാലും ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശമായതുകൊണ്ട് ഞാനതൊന്നും കാര്യമായിട്ട് മൈൻഡ് ചെയ്യാറില്ല. ഇനി ഇത് കാണുന്ന ആരെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് നല്ലൊരു കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.